ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്നവരോട് പറയും, നിങ്ങൾ ഇന്നു മുതൽ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഉപദേശം കൊടുക്കുന്നത്. അല്ല തീഷ്ണമായി പ്രാർത്ഥിക്കണമെന്നല്ല പറയണത്. എന്നെ കാണാൻ വന്നവരുടെ കാര്യങ്ങൾ കുറച്ച് മോശം കണ്ടീഷനാണെങ്കിൽ ഞാൻ പറയും, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ആ ബോള് കർത്താവിൻ്റെ കോട്ടിലോട്ട് ഞാൻ അടിച്ചു മാറ്റണതാണ്. എന്താ കാര്യം? സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയം ആരുടെ വിഷയമാകും? അത് ദൈവത്തിൻ്റെ വിഷയമാകും. ചില കാര്യം അച്ഛനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരോട് ദേഷ്യം വരും. കാര്യം എന്താ കാര്യത്തിന് അവിടെ തലയൊക്കെ വെക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരത് ഉടമ്പടി അവസാനിപ്പിക്കാൻ പോവുകയാണ്, കള്ളത്തരത്തിന് ചീട്ട വാങ്ങിച്ചിരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ കൂടിയല്ലേ ഉള്ളതിൻ്റെ അകത്ത്, എന്താ അതും കൂടി നടക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ പോകണം. ഇതിനുള്ളിൽ നമുക്ക് ഉള്ള പിന്നെ ഒരു ചാൻസ് ഉള്ളത് അച്ഛനെ കാണുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്നത് അനുഗ്രഹം ഏതെങ്കിലും വിധത്തിൽ കിട്ടിക്കോട്ടോ എന്നുള്ള അവസാന നടപടി ഭാഗമുണ്ട്. അത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാനിവിടെ എന്നെ കാണാൻ വരുമ്പോൾ തന്നെ ചോദിക്കും, ഉടമ്പടിയായി ഇതാരാണ് എടുത്തത്? നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ആതുര സേവനം എന്താണ്? എത്ര രോഗികളെ കാണാൻ പോയി? ഇവർ പാടിക്കും. അപ്പോൾ ഞാൻ വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ചാണാപ്പുഴുക്കാണ് ഈ സാധനം. അപ്പോൾ ഇതിനെ കൊണ്ടിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? രോഗിയാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കും. കാര്യം രോഗിയോട് കരുണ കാണിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം ഇത് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ്, കാപട്യമായിട്ടാണ് ഇവിടെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിക്കണം. അത് ചില ആൾക്കാർ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ മുമ്പത്തേക്കാൾ വെടിക്കെട്ടായിട്ട് അവരങ്ങോട്ട് ഉണർന്ന് അവിടെ തെറ്റുകളൊക്കെ തിരുത്തി ഭംഗിയായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പോകണത് കാണാം. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഈ ഞായറാഴ്ച കൂട്ടായ്മ ധ്യാനം റെക്കോർഡ് ചെയ്യുന്ന ഇത് ആരാധനയിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കർത്താവ് തരണ ഒരു വചനം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പണ്ട് രഥത്തിൻ്റെ പുറകെ ഓടി നടന്ന്, സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണത്. അത് എത്യോപ്യക്കാർ ഫൈനാൻസ് രാജാവ്, അവിടുത്തെ ഫൈനാൻസ് മന്ത്രിയാണ് എത്യോപ്യക്കാരൻ, ഷണ്ടനാണ് അദ്ദേഹം. അപ്പോൾ ഷണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിക്കിൾസൊക്കെ മുറിച്ച് കളയും. കർത്താവിൻ്റെ കാലത്ത് എത്യോപ്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും ധനമന്ത്രിമാരുണ്ടാകുമല്ലോ. അപ്പോൾ ധനമന്ത്രിമാരുണ്ടാകുമ്പോൾ രാജാക്കന്മാരെന്താ ചെയ്യണമെന്നറിയാമോ? അവരുടെ വൃഷ്ണം കണ്ടിച്ച് കളയും. എന്താ കാര്യം? ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരും. അതാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ എന്ന് പറയണത്. ഫൈനാൻസ് മിനിസ്റ്ററാണ് അവിടുത്തെ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് അയാൾ ഷണ്ടനാണ്. കാരണം ഫൈനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോടിക്കണക്കിന് രൂപ വരുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അയാളുടെ കുടുംബം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അയാളുടെ വൃഷണങ്ങൾ മുറിച്ച് കളയും. അതങ്ങനെ ഷണ്ടൻ. അതാണ് ഈശോ പറയണത്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് അല്ലേ? ഈശോ പറയത്തില്ലേ, സ്വരാജ്യത്തെ പോലെ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മനുഷ്യരാൽ ഷണ്ടന്മാരാക്കുന്നവരാണ് ഈ ടൈപ്പ്. ഈ മനുഷ്യൻ ജെറുസലേമിൽ ദൈവാരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ആ രംഗത്തെ നടപടി പുസ്തകം 8:29 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 8:29. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച്, ഈ ഫൈനാൻസ് മിനിസ്റ്ററിലെ ധനകാര്യ മന്ത്രിയുടെ രഥത്തിൽ പോകുകയാണ് അയാൾ. അപ്പം ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, എന്താ പറയണത്? ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? ഈ പീലിപ്പോസ് ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ ഈ മനുഷ്യൻ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീലിപ്പോസ് അയാളോട് ചോദിക്കും, ഈ രഥത്തിൻ്റെ ഒപ്പം നടക്കുകയാണ്, അണച്ചണച്ച് ഓടുകയാണ്. എന്തോ ഒരു ചൈതന്യമാണെന്ന് നോക്കിയേ. ആ രഥത്തെ കുതിര വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുതിരയുടെ സ്പീഡിന് ഈ അപ്പോസ്തലൻ പുറകെ ഇങ്ങനെ ഓടി അണക്കുകയാണ്. അണക്കുന്നതിൻ്റെ ഇടയിൽ കിതച്ചുകൊണ്ട് ചോദിക്കും, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ഈ സുവിശേഷ വേലക്കൊരു അണപ്പും കിതപ്പും ഉണ്ട്. കർത്താവിന് വേണ്ടി കിതക്കണം. അതാണ് പ്രേക്ഷിതൻ. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, പീലിപ്പോസിനെ പോലെ
കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി സുവിശേഷ കൈമാറ്റത്തിന് ഏത് വേണ്ടി കൊലകൊമ്പനായാലും ഏത് കൊലകൊമ്പനായാലും ഒരു ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ അവന്റെ കൂടെ നടന്ന് അവന്റെ കൂടെ നടന്ന് അവന്റെ സ്പീഡിനകത്ത് നീങ്ങിയില്ലെങ്കിലും അവന്റെ സ്പീഡിനകത്ത് നീങ്ങിയില്ലെങ്കിലും അണച്ചായാലും കിതച്ചായാലും അണച്ചായാലും കിതച്ചായാലും വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന് കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.